പീനട്ട് ചട്നിക്കായി കുറച്ച് പുളി ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുക. ഈ വെള്ളം ചട്നി അരയ്ക്കുമ്പോൾ ചേർക്കേണ്ടതാണ്. 200 ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തൊണ്ടോടുകൂടി തന്നെയാണ് കപ്പലണ്ടി അരയ്ക്കുന്നത്. 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് റോസ്റ്റ് ചെയ്യുക. നിറം മാറി തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. കൈവിടാതെ ഇളക്കിയില്ലെങ്കിൽ കപ്പലണ്ടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പാനിൽ 1 ടീസ്പൂൺ എണ്ണയൊഴിച്ച് വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇവയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെളുത്തുള്ളി ഉപയോഗിക്കാത്തവരാണെങ്കിൽ ചുവന്നുള്ളി മാത്രം മതിയാകും. പീനട്സിൻ്റെ കൂടെ ഇവയെല്ലാം ചേർത്ത് അരച്ചെടുക്കണം. ഉപ്പും പുളി പിഴിഞ്ഞ വെള്ളവും ചേർക്കുക. നല്ലവണ്ണം അരിഞ്ഞു കിട്ടാനായി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കപ്പലണ്ടി മാത്രമേ അരയ്ക്കുന്നതുകൊണ്ട് അരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഇടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരയ്ക്കുക. ചട്നി അരച്ചു കഴിഞ്ഞു. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കടുകും മുളകും കൂടി വറുത്ത് ചേർക്കുക. കപ്പലണ്ടി കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചട്നിയും ഇഷ്ടമാകും. ഇഡ്ഡലി, ദോശ, ഉപ്മാവ് ഇവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പീനട്ട് ചട്നി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ.